ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നാടൻ സ്റ്റൈലിലുള്ള ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് തലേദിവസം കുതിരാൻ വെച്ചിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ നല്ലപോലെ കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊരു മൺപാത്രത്തിലോട്ടിട്ട് അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ ചൂടുവെള്ളം ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം അതിലോട്ട് ഒരു 3 വെള്ളമിളകും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി എനിക്ക് വേവണം തോന്നിയിട്ടോ, കുറച്ച് ചെറുതായിട്ടൊന്ന് വെന്തുടയണം. അപ്പോൾ നോക്കിയേ, ഈ ടെക്സ്ചറായിരുന്നു എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു പൊടിക്കും കൂടെ വേവാൻ വേണ്ടിയിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ കല്ലിച്ച് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഒരു പൊടിക്ക് വെന്തതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ മൺപാത്രത്തിലോട്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ജീരകവും ഇട്ടിട്ട് ഒരു 10-20 ചെറിയുള്ളിയോളം ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് കറിവേപ്പില ഇട്ട് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം വറ്റൽമുളക് 2 ഇട്ട് അതും നല്ലപോലെ വറവിട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ചെറുപയർ വേവിച്ചതിനും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു തേങ്ങൻ്റെ ഒരു അരവാണ് കേട്ടോ. അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് കുറച്ച് ജീരകവും ഒരു 5-6 കുരുമുളകും ഇട്ട് അരച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ നാടൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.